ഹായ്, നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോസ് എടുക്കുന്നില്ലേ? നിങ്ങൾക്ക് ഇതേപോലത്തെ സ്റ്റെബിലൈസേഷൻ കുറഞ്ഞ വീഡിയോസാണ് നിങ്ങളുടെ ഫോണിൽ കിട്ടുക. എങ്കിൽ ആ വീഡിയോസൊക്കെ നമുക്ക് സ്റ്റെബിലൈസേഷൻ ആക്കി മാറ്റിയാലോ. പിന്നെ മാത്രമല്ല, നമ്മുടെ സാധാരണ വീഡിയോസ് HD ക്വാളിറ്റി ആക്കാം. അപ്പോൾ ഇത് രണ്ടും നമുക്കൊരു ആപ്പ് ഉണ്ട്, ആപ്പിലിട്ട് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ആ ആപ്പ് ഏതെന്നുള്ളതും അതെങ്ങനെ ചെയ്യാമെന്നുള്ളതും നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കടന്നാലോ. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ആപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുക്കുക. ഈ ആപ്പിൻ്റെ പേര് KWAICUT എന്നാണ് ഈ ആപ്പ്, കൊയ്ക്കട്ടാണ്. അപ്പോൾ എൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഈ ആപ്പ് അങ്ങനെ കാണിക്കാത്തത്, ഡൗൺലോഡിങ് കാണിക്കാത്തത്. ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതേപോലെ കാണിക്കൂട്ടോ. അപ്പോൾ ന്യൂ എഡിറ്റിംഗ് കണ്ട മുകളിൽ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ഏതെന്ന് വെച്ചാൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മുടെ എഡിറ്റിംഗ് ടേബിളിലേക്ക് എത്തും. എന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ഇങ്ങനെ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഭയങ്കര സ്റ്റെബിലൈസേഷൻ കുറഞ്ഞ വീഡിയോ ആണ് നമ്മൾ. അപ്പോൾ അത് സ്റ്റെബിലൈസേഷൻ ആക്കാനുള്ള ഇതാണ് നമ്മൾ നോക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിയിൽ കാണുന്ന ചെറിയ വീഡിയോ ഇല്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കാണാം. അപ്പോൾ എന്നിട്ട് നമ്മൾ അടിയിലത്തെ ഇത് സ്ക്രോൾ ചെയ്ത് മാറ്റാം. അടിയിലത്തെ കുറേ ഐക്കൺസ് ഉണ്ടാവും, ഓപ്ഷൻസ്, അതൊക്കെ സ്ക്രോൾ ചെയ്ത് മാറ്റിയിട്ട് സ്റ്റെബിലൈസ് എന്നുള്ളത് മാത്രം ക്ലിക്ക് ചെയ്യുക. അവിടെ ഫാസ്റ്റ്, സ്റ്റാൻഡേർഡ്, ബെസ്റ്റ് ഇല്ലേ, നമുക്ക് ആ ബെസ്റ്റ് കൊടുക്കാം. ബെസ്റ്റ് കൊടുത്തിട്ട് ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഇത് കണ്ട പ്രോസസ്സിങ് ഒക്കെ കണ്ട മുകളിൽ ആ ചെറിയ ഇതിൽ. അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ആവണം. ആ റൗണ്ട് ഫുൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ആയിട്ടാണ്. ഈ പ്രോഗ്രസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ബാക്കൊന്നും പോരുതിട്ടാ. ഫോൺ അങ്ങനെ തന്നെ സ്റ്റഡി ആയിട്ട് അങ്ങനെ ഇരിക്കണം. വേറെ ബാക്കൊന്നും പോയി വേറെ പേജിലൊന്നും കയറി പോകരുത്. ഇതിവിടെ നടന്നോളൂന്ന് വിചാരിച്ച് നമ്മൾ ബാക്കൊന്നും പോയിരുത്. ഇത് തന്നെ കംപ്ലീറ്റ് കണ്ടിന്യൂസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. സ്റ്റെബിലൈസേഷൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇതും കണ്ട. അത് കണ്ടിട്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് കണ്ട നമ്മുടെ സ്റ്റെബിലൈസേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ വീഡിയോ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി മുകൾ വശത്ത് തന്നെ ഡൺ ഇല്ല, അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മുടെ ഫോണിൽ സേവ് ആവൂട്ടാ. അപ്പോൾ അത് ഡൺ കൊടുക്കാം. പിന്നെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഇത് പോണത് നമ്മുടെ വീഡിയോ ചെറുതായതുകൊണ്ടാണ്. നല്ല ലെങ്ത്തുള്ള വീഡിയോ ആണെങ്കിൽ ഇത് പതുക്കെ ആവുള്ളൂ കേട്ടോ, 100ലേക്ക് പതുക്കെ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ HD ആക്കലാണ്. അപ്പോൾ HD ആക്കാനുള്ള വീഡിയോ നമ്മൾ ഇതേപോലെ ന്യൂ എഡിറ്റിലോണ്ട് ക്ലിക്ക് ചെയ്തിട്ട് HD ആക്കാനുള്ള വീഡിയോ ഡൺ കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിയിൽ ഇത് വരും, അവിടെ കൊണ്ട് സ്ക്രോൾ ചെയ്തിട്ട് അടിയിൽ തയ്ക്കണമെന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഫിൽറ്റർ കാണാം. ആ ഫിൽറ്റർ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഈ ആപ്പിൽ ഒരുപാട് ഫിൽറ്ററുകൾ ഉണ്ട് കേട്ടോ. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ ആ ഫിൽറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ കാണാം കൂട്ടലും കുറയ്ക്കലും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൻ്റെ അനുസരിച്ച് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തുണ്ട് ഫിൽറ്ററിൻ്റെ ഇപ്പുറത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, അതുമ്മ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളർ കൂട്ടുക കുറയ്ക്കുക അങ്ങനത്തെ ഒക്കെ നമുക്ക് ചെയ്യാം. അത് നിങ്ങളുടെ വീഡിയോസിനനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി. കാരണം ചിലപ്പോൾ ഇൻഡോർ വീഡിയോസ് ആയിരിക്കും, ഔട്ട്ഡോർ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താം. ലൈറ്റ് കൂട്ടാൻ കുറയ്ക്കാം, മറ്റേ കളർ കൂട്ടാൻ കുറയ്ക്കാം, അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വീഡിയോസ് എങ്ങനെയെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. മാത്രമല്ല വീഡിയോസിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കില്ല കളർ. അപ്പോൾ അതിനനുസരിച്ചും ആ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ചേഞ്ച് ചെയ്ത് മാറ്റേണ്ട വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ലാസ്റ്റ് നിങ്ങൾ എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മുടെ CapCut പോലെ തന്നെ ഒരു ആപ്പ് ഉണ്ടത്. CapCutൽ VPN വേണം, ഇതിന് VPN ആവശ്യമില്ല. സാധാരണ എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ആപ്പാണ്. അപ്പോൾ CapCutൽ ചില സമയത്ത് VPN ഇട്ടാലും നമുക്ക് എഫക്റ്റുകളൊന്നും വരെയൊക്കെ കിട്ടാറില്ല. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് CapCutൽ. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതെന്ന് വെച്ചാൽ അതിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായില്ലേ? ഇതേപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൽ റീച്ചും ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. സാധാരണ വില കുറഞ്ഞ ഫോണുകളിലൊക്കെ സ്റ്റെബിലൈസേഷൻ വളരെ കുറവായിരിക്കുള്ളൂ. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ആപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല സ്റ്റെബിലൈസേഷനുള്ള വീഡിയോസൊക്കെ ആക്കിയെടുക്കാൻ പറ്റിയൊരു ആപ്പാണ് ഇത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോട്ടെ. മാത്രമല്ല നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുന്നത് ഈ വീഡിയോകളിലൊക്കെ ടെക്സ്റ്റുകളൊക്കെ വരുത്താന്ന്. അതായത് ടെക്സ്റ്റുകൾ ഇങ്ങനെ മാഞ്ഞു പോകുന്ന ടെക്സ്റ്റുകൾ, അങ്ങനത്തെ അനിമേഷനുള്ള ടെക്സ്റ്റുകളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ വരുത്താന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടാ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ.